Good morning, students. Welcome to the video. നമുക്ക് ക്വസ്റ്റ്യൻ ഇതാണ്. ഡ്രോ ലോജിക് സർക്യൂട്ട്സ് ഫോർ. രണ്ട് എക്സ്പ്രഷൻ ഉണ്ട്, രണ്ട് ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ സൗകര്യത്തിന് വേണ്ടി ഒരുമിച്ച് എഴുതിയേ ഉള്ളൂ. ഡ്രോ ലോജിക് സർക്യൂട്ട്സ് ഫോർ എ ബി പ്ലസ് എ സി ദ ഹോൾ ബാർ. രണ്ടാമത്തത് ഡ്രോ ലോജിക് സർക്യൂട്ട്സ് ഫോർ എ പ്ലസ് ബി ദ ഹോൾ ബാർ ഇൻറ്റു സി പ്ലസ് ഡി ഇൻറ്റു സി ബാർ. അപ്പോൾ നമുക്ക് ഈ രണ്ട് ക്വസ്റ്റ്യൻ ഒന്നൊന്നായിട്ട് ചെയ്യാം. ഫസ്റ്റിലെ ഡ്രോ ലോജിക് സർക്യൂട്ട്സ് ഫോർ എ ബി പ്ലസ് എ സി ദ ഹോൾ ബാർ. എ സി ദ ഹോൾ ബാർ. എ ബി കിട്ടാൻ എന്ത് ചെയ്യണം? എയും ബിയും മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് എ ബി. എയും ബിയും എടുത്ത് ആൻഡ് ഗേറ്റിന്റെ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ എ ഇൻറ്റു ബി കിട്ടും. ഓക്കെ, അപ്പോൾ എ ബി കിട്ടാൻ എയും ബിയും എടുത്ത് ആൻഡ് ഗേറ്റിന്റെ ഇൻപുട്ട് കൊടുക്കുക. അപ്പോൾ ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ടിൽ എ ഇൻറ്റു ബി കിട്ടും. അപ്പോൾ എ ബി എന്ന് പറയുന്നത് എ ഇൻറ്റു ബി, അതായത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. എ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് എ ബി എന്ന് പറയുന്നത്. അപ്പോൾ എ ബി കിട്ടാൻ വേണ്ടി എയും ബിയും എടുത്ത് ആൻഡ് ഗേറ്റിന്റെ ഇൻപുട്ട് കൊടുക്കുക. അപ്പോൾ ഔട്ട്പുട്ടിൽ എ ഇൻറ്റു ബി കിട്ടും. ഇനി വേണ്ടത് എ സി ദ ഹോൾ ബാർ ആണ്. എ സി ദ ഹോൾ ബാർ ആണ്. ഓക്കെ, ഈ എ സി ദ ഹോൾ ബാർ കിട്ടാൻ എന്ത് ചെയ്യണം? ഓക്കെ, എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആൻഡ് ഓപ്പറേഷൻ ആണ്. എ ഇൻറ്റു സി. അപ്പോൾ വെറും എ സി എന്ന് പറഞ്ഞാൽ ഒരു ആൻഡ് ഓപ്പറേഷൻ ആണ്. എയും സിയും എടുത്ത് ആൻഡിന്റെ ഇൻപുട്ടിൽ കൊടുത്താൽ നമുക്ക് ഔട്ട്പുട്ടിൽ എ ഇൻറ്റു സി കിട്ടും. നമുക്കിവിടെ വേണ്ട എ ഇൻറ്റു സി ബാർ ആണ്. എ ഇൻറ്റു സി ബാർ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? ആൻഡിന്റെ കോംപ്ലിമെന്റ് ആണ്, അതായത് ഇൻവേഴ്സ് ആണ് നാൻഡ് എന്ന് പറയുന്നത്. എയും സിയും എടുത്ത് നാൻഡിന്റെ ഇൻപുട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ടിൽ എന്ത് കിട്ടും? എ ഇൻറ്റു സി ദ ഹോൾ ബാർ കിട്ടും. ഓക്കെ, നാൻഡിന്റെ വീഡിയോ ഒന്ന് കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് വേണ്ടത് എ ഇൻറ്റു സി ദ ഹോൾ ബാർ ആണ്. എ ഇൻറ്റു സി ദ ഹോൾ ബാർ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എയും സിയും എടുത്ത് നാൻഡ് ഗേറ്റിന്റെ ഇൻപുട്ടിൽ കൊടുക്കുക. ഔട്ട്പുട്ടിൽ എ ഇൻറ്റു സി ദ ഹോൾ ബാർ കിട്ടും. അപ്പോൾ എയും സിയും എടുത്ത് നാൻഡ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, ആൻഡിന്റെ ആ എഡ്ജിൽ ഒരു ബബിൾ വരയ്ക്കണം. അതാണ് നാൻഡ്. നമുക്ക് വേണ്ട എന്തൊക്കെയാണ്? എയും സിയും. എ എവിടെ ഉണ്ട്? ഇവിടെ ഉണ്ട്. ഇവിടുന്ന് എ എടുത്ത് എ വീണ്ടും വരയ്ക്കണ്ട, ആ മുകളിലുള്ള എ താഴോട്ട് കൊണ്ടുവന്നാൽ മതി. ഈ നാൻഡിന്റെ ഒരു ഇൻപുട്ടിൽ എ കൊടുക്കുക, മറ്റേ ഇൻപുട്ടിൽ സി കൊടുക്കുക. അപ്പോൾ ഔട്ട്പുട്ടിൽ എ ഇൻറ്റു സി ദ ഹോൾ ബാർ കിട്ടും. എ ഇൻറ്റു സി ദ ഹോൾ ബാർ കിട്ടും. ഓക്കെ, ഇനി വേണം നമുക്ക് എ ഇൻറ്റു ബി കിട്ടി, എ ഇൻറ്റു സി ദ ഹോൾ ബാറും കിട്ടി. ഇനി നമുക്ക് രണ്ടും കൂടെ ആഡ് ചെയ്യണം. ആഡ് ചെയ്യുന്ന പറഞ്ഞാൽ ഏത് ഓപ്പറേഷൻ ആണ്? ഓർ ഓപ്പറേഷൻ ആണ്. പ്ലസ് സി ആണ്. അപ്പോൾ എ ഇൻറ്റു ബി പ്ലസ് എ ഇൻറ്റു സി ദ ഹോൾ ബാർ കിട്ടി. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. എ ഇൻറ്റു ബിയും എ ഇൻറ്റു സി ദ ഹോൾ ബാർ കൂടെ ആഡ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഒരു ഓർ ഗേറ്റിന്റെ ഇൻപുട്ടിൽ കൊടുക്കും. ഓർ ഗേറ്റ് രണ്ടും കൂടെ ആഡ് ചെയ്യുന്ന നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഔട്ട്പുട്ട് നമുക്ക് എ ഇൻറ്റു ബി പ്ലസ് എ ഇൻറ്റു സി ദ ഹോൾ ബാർ കിട്ടി. ഇങ്ങനെയാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. എ പ്ലസ് ബി ദ ഹോൾ ബാർ ഇൻറ്റു സി പ്ലസ് ഡി ഇൻറ്റു സി ബാർ. അതാണ് നമുക്ക് വേണ്ടത്. സി പ്ലസ് ഡി കിട്ടാൻ എന്ത് ചെയ്യണം? നമുക്കറിയാം, സിമ്പിൾ ആണ്. സി പ്ലസ് ഡി കിട്ടാൻ പ്ലസ് എന്ന് പറയുന്നത് എന്താണ്? ഓർ ഓപ്പറേഷൻ ആണ്. അപ്പോൾ സിയും ഡിയും എടുത്ത്
ഓർ ഗേറ്റ് കൊടുത്താൽ ഓർ ഗേറ്റ് ഔട്ട്പുട്ട് സി പ്ലസ് ഡി തരും. ഓക്കെ. ഇനി സി പ്ലസ് ഡി ബാർ ആയിരുന്നെങ്കിലോ സിയും ഡിയും എടുത്ത് നോർ ഗേറ്റ് കൊടുക്കുക. ഓർ ഗേറ്റിന്റെ കോംപ്ലിമെന്റ് ആണ് നോർ ഗേറ്റ്. അപ്പോൾ സിയും ഡിയും എടുത്ത് നോർ ഗേറ്റിന്റെ ഇൻപുട്ട് കൊടുത്താൽ സി പ്ലസ് ഡി ദ ഹോൾ ബാർ കിട്ടും. പക്ഷെ നമുക്കിവിടെ വേണ്ടത് സി പ്ലസ് ഡി മതി. അതുകൊണ്ട് ഓർ ഗേറ്റ് കൊടുത്താൽ മതി. സിയും ഡിയും എടുത്ത് ഓർ ഗേറ്റിന്റെ ഇൻപുട്ട് കൊടുത്താൽ സി പ്ലസ് ഡി കിട്ടും. ഓക്കെ, കിട്ടി. പക്ഷേ അടുത്തത് വേണ്ടത് എ പ്ലസ് ബി ദ ഹോൾ ബാർ ആണ്. എ പ്ലസ് ബി ദ ഹോൾ ബാർ കിട്ടാൻ എന്ത് ചെയ്യണം? ഞാൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. എ പ്ലസ് ബി കിട്ടാൻ എയും ബിയും എടുത്ത് ഓർ ഗേറ്റിൽ കൊടുത്താൽ എ പ്ലസ് ബി കിട്ടും. എ പ്ലസ് ബി ബാർ കിട്ടാനോ എയും ബിയും എടുത്ത് നോർ ഗേറ്റിൽ കൊടുക്കുക. അപ്പോൾ എ പ്ലസ് ബി ബാർ കിട്ടും. ഇനി സി ബാർ കിട്ടണം. സി ബാർ കിട്ടാൻ സി എ എടുത്ത് നോട്ട് ഗേറ്റിൽ കൊടുത്താൽ നമുക്ക് ഔട്ട്പുട്ട് സി ബാർ കിട്ടും. ഓക്കെ. ഇനി ഞാൻ ഇവിടെ സ്പേസ് ഇല്ല, അതുകൊണ്ട് കുറച്ചുകൂടി ഇങ്ങോട്ട് മാറ്റി വരയ്ക്കുകയാണ്. നമുക്ക് ആദ്യം വേണ്ടത് എന്തായിരുന്നു? എ പ്ലസ് ബി ദ ഹോൾ ബാർ ആണ്. അപ്പോൾ എയും ബിയും എടുത്ത് നോർ ഗേറ്റിൽ കൊടുത്താൽ എ പ്ലസ് ബി ഹോൾ ബാർ കിട്ടും. ഇനി സി പ്ലസ് ഡി കിട്ടാൻ വേണ്ടി സിയും ഡിയും എടുത്ത് നോർ ഗേറ്റ് കൊടുത്താൽ, നമുക്ക് സി പ്ലസ് ഡി ആണ് വേണ്ടത്. സി പ്ലസ് ഡി കിട്ടാൻ സിയും ഡിയും എടുത്ത് ഓർ ഗേറ്റ് കൊടുക്കും. അപ്പോൾ നമുക്ക് സി പ്ലസ് ഡി കിട്ടും. അപ്പോൾ എ പ്ലസ് ബി ബാർ കിട്ടി, സി പ്ലസ് ഡിയും കിട്ടി. ഇനി വേണ്ട സി ബാർ ആണ്. സി ബാർ കിട്ടാൻ വേണ്ടി സി എടുത്ത് നോട്ട് ഗേറ്റ് കൊടുക്കും. വീണ്ടും സി വരയ്ക്കേണ്ട, ഈ സി തന്നെ എടുത്ത് നോട്ട് ഗേറ്റിന്റെ ഇൻപുട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് സി ബാർ കിട്ടി. ഇനി വേണ്ടത് മൂന്നും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. എ പ്ലസ് ബി ദ ഹോൾ ബാർ ഇൻറ്റു സി പ്ലസ് ഡി ഇൻറ്റു സി ബാർ. ഈ മൂന്നും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. എ പ്ലസ് ബി ബാർ ഇൻറ്റു സി ബാർ ഇൻറ്റു സി പ്ലസ് ഡി. മൂന്നും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ എന്തുപയോഗിക്കും? മൾട്ടിപ്ലിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഗേറ്റ് ആൻഡ് ഗേറ്റ് ആണ്. മൂന്നും എടുത്ത് ആൻഡ് ഗേറ്റിന്റെ ഇൻപുട്ട് കൊടുത്താൽ മതി. മൂന്നും എടുത്ത് ആൻഡ് ഗേറ്റിന്റെ ഇൻപുട്ട് കൊടുത്താൽ ആൻഡ് ഗേറ്റിന് മൂന്നിന്റെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് തരും? എ പ്ലസ് ബി ദ ഹോൾ ബാർ ഇൻറ്റു സി പ്ലസ് ഡി ഇൻറ്റു സി ബാർ കിട്ടും. നിങ്ങൾ ചോദിക്കും, സാധാരണ ഗതിയിൽ ആൻഡ് ഗേറ്റിന് 2 ഇൻപുട്ടല്ലേ ഉള്ളൂ, 3 ഇൻപുട്ട് ഉണ്ട്. 3 ഇൻപുട്ടുള്ള ആൻഡ് ഗേറ്റും ഉണ്ട്. ആൻഡ് ഗേറ്റിന് 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എ പ്ലസ് ബി ദ ഹോൾ ബാർ ഇൻറ്റു സി പ്ലസ് ഡി ഇൻറ്റു സി ബാർ നമുക്ക് തരും. അപ്പോൾ ഇങ്ങനെയാണ് എന്റെ റിയലൈസേഷൻ. ഓക്കെ.